സ്റ്റാർട്ടപ്പിൻ്റെ പേര് ഫ്ലെക്സി ക്ലൗഡ് എന്നാണ്. ഞങ്ങൾ ഫോബ്സിൻ്റെ 200 സ്റ്റാർട്ടപ്സിൽ ലിസ്റ്റ് ചെയ്തപ്പെടുന്ന ടോപ്പ് 200 സ്റ്റാർട്ടപ്പ് ബൈ ഫോബ്സ് ആണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ക്ലൗഡ്, അതായത് സാധാരണ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ഹോസ്റ്റ് ചെയ്യുമല്ലോ, ഇപ്പോൾ ഹൈ ട്രാഫിക് വെബ്സൈറ്റ്സും ആപ്ലിക്കേഷൻസും. ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഹാൻഡിൽ ചെയ്ത്, ഇപ്പോൾ AWS ഡിജിറ്റൽ ഓഷനുണ്ട്. പക്ഷേ ഈ SMEസും സ്റ്റാർട്ടപ്സും SMBs ഒക്കെ വരുമ്പോൾ ഇവർ ചെറുതായിട്ട് വളർന്നു പോകുന്നു, ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ടീസ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഡെവലപ്മെൻറ്റ് സൈഡ് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് അങ്ങോട്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സർവർ സൈഡ് മാനേജ്മെൻറ്റ് അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മിക്കവാറും ആദ്യം ക്രെഡിറ്റ്സിലായിരിക്കും ഇവർ ഓടുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ സാധനം തീരും, ഇതിലൊരു എക്സ്പേർട്ട് ഇല്ലായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഗ്ലിച്ച് വരുമ്പോൾ ഏതെങ്കിലും എക്സ്പേർട്ട് എടുത്ത് പോകും, ഒരുപാട് പൈസ അവസാനം സർവീസ് വലിയ എമൗണ്ട് വരും. അപ്പോൾ എൻ്റെ ബേസിക്കലി ഇതിൻ്റെ ടെക് ഫൗണ്ടർ ആക്ച്വലി വിനോദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ സ്പേസിൽ വർക്ക് ചെയ്ത. അപ്പോൾ പുള്ളി കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയൻസിന് ഇങ്ങനെ പ്രശ്നം വരുന്നതുകൊണ്ട് ഈ ഡെവലപ്ഡ് എ പ്ലാറ്റ്ഫോം വെറിൻ എല്ലാ പബ്ലിക് ക്ലൗഡ്സും നമുക്ക് ഒരു അംബ്രലയുടെ കീഴിൽ കൊണ്ടുവരാം. അതെന്ന് വെച്ചാൽ ഏത് ക്ലൗഡ് സെലക്ട് ചെയ്യണമെന്ന് ഈ എൻഡ് യൂസർക്ക് പലപ്പോഴും അറിയത്തില്ല. ചിലപ്പോൾ സമയത്ത് അവർക്ക് ഷെയർഡ് ഹോസ്റ്റിംഗിൽ മതിയായിരിക്കും. അവർ സ്കെയിലപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ക്ലൗഡിലേക്ക് കയറേണ്ടത്. ഈ ക്ലൗഡിലേക്ക് കയറുന്നതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ ഗ്ലിച്ച്, പ്രത്യേകിച്ച് ഡേറ്റ ഒരിക്കലും എടുത്ത് ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, പിന്നെ ബാക്കപ്പ് ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ വല്ലവർക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് ഇതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം പോരാന്നിട്ട് ഒരു വലിയൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക, ഒരു വലിയൊരു ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ തന്നെ ഈ 10 സെക്കൻഡോ 30 സെക്കൻഡോ പോയപ്പോൾ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് നഷ്ടമാണ് വരുന്നത്. പക്ഷേ ഇത് സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആവില്ല, എന്നാലും അവരെ സംബന്ധിച്ചോളം ഇത് വലിയ പൈസയാണ് അവർക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് സ്റ്റാർട്ടപ്സിനും SMBക്കും SMBസിനും വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ് ഫ്ലെക്സി ക്ലൗഡ്. അതായത് ക്ലൗഡിനെ എങ്ങനെ ഫ്ലെക്സിബിൾ ആക്കുക, ലൈക്ക് ഞങ്ങൾ ഫ്ലെക്സിബിൾ ആക്കുന്ന നിങ്ങൾക്ക് വി ഗിവ് ദ ചോയ്സ് ഓഫ് എവറി പ്രൊവൈഡർ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടെക്നിക്കൽ സ്പെക്കിന് ആവശ്യമാവുന്ന ക്ലൗഡ് പ്രൊവൈഡർ അത് എടുത്താൽ മതി, അല്ലാതെ ഏറ്റവും ടോപ്പ് നോച്ച് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലും വേണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് എവിടെയാണോ സെർവർ ബേസ് ചെയ്യേണ്ടത് അവിടെ നിന്ന് എടുക്കാം. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ വേർഡ് പ്രസ്സിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഞങ്ങൾ എല്ലാ ആപ്ലിക്കേഷനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ബേസിക് ഈ ക്ലൗഡിലേക്ക് കയറുന്ന ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് ഒരു വെപ്പ്. ആക്ച്വലി ഒരു തരത്തിൽ ട്രൂവുമാണ്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു 500 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് സ്കെയിൽ ചെയ്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ ഈസിലി സ്കെയിലബിൾ, അതാണ് ഫ്ലെക്സിബിൾ ക്ലൗഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ. ഞങ്ങളതിന് ഫണ്ട് റേസ് ചെയ്തു. ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസറിന് തന്നെ അതിലേക്ക് കയറി പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനും പറയുന്നു വേണ്ട, ഈ പറഞ്ഞ ചോയ്സസ് അവർക്കൊരു ബട്ടൺ ക്ലിക്കിൽ ഇത് ചെയ്ത് അവർക്ക് തന്നെ അവരുടെ സെർവർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്.